ഐഡന്റിറ്റി ഫോറൻസിക്കിന് ശേഷം അഖിൽ പോൾ, അനസ് ഖാൻ കൂട്ടുകെട്ട് ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ് തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു ക്രൈം നടന്നാൽ അതിലെ ക്രിമിനലുകളുടെ രേഖാചിത്രം കൃത്യമായിട്ട് വരയ്ക്കാൻ കഴിവുള്ള സ്കെച്ച് ആർട്ടിസ്റ്റ് ഹരൺ ശങ്കറിന്റെ കഥയാണ് ഐഡന്റിറ്റി. നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ. ഇതാണ് ഒറ്റ വാക്കിൽ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതേസമയം പടത്തിന് അതിൻ്റെതായ ചില്ലറ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാം. അതിൽ ചിലപ്പോൾ മൈൽഡ് സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുണ്ട്, അത് ഓർക്കുക. ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള സിനിമയാണ് ഐഡന്റിറ്റി. വളരെ ഫാസ്റ്റ് പേസിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ്, പിന്നെ അതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, BGM, സൗണ്ട് എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച് എന്ന് പറയുന്ന പടമാണ്. സത്യം പറയാലോ, ഒരു മലയാളം പടം കണ്ട ഫീലേ ഇല്ല. ഒരു ബിഗ് ബഡ്ജറ്റ് ഹിന്ദി ആക്ഷൻ പടമൊക്കെ കണ്ടതുപോലെ തോന്നി. അതൊരു പോസിറ്റീവായിട്ട് തന്നെ പറയണമെന്ന് തോന്നി. കാരണം നോർത്തിലുള്ളവർക്കും മലയാളികളല്ലാത്തവർക്കും മലയാളം സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ നാടനായിട്ടുള്ള മുണ്ടും ഷർട്ടും ഇട്ട നായകൻ അല്ലെങ്കിൽ നൈറ്റ് ഇട്ട ചേച്ചി, അങ്ങനെ മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിലും വലിയ ബജറ്റിലുള്ള ഇത്തരം പടങ്ങളും വരുന്നുണ്ടെന്ന് നമുക്ക് വളരെ പ്രൗഡായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഞങ്ങൾക്ക് ദാരിദ്ര്യം മാത്രമല്ല കഥയായിട്ട് പറയാനുള്ളത് കേട്ടോ, ദാറ്റ് ലെവൽ. അതുകൊണ്ട് തന്നെ ഇത് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഓഡിയൻസിനായിരിക്കും കുറച്ചുകൂടി ഇഷ്ടമാവുക. അതേസമയത്ത് ഇപ്പം ഋത്തിക് റോഷന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള ബോളിവുഡ് ആക്ഷൻ പടമൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെ നായകനും നായികയും കൂടി ഒരു റൊമാൻസ് ഷുവർ ആണ്. പിന്നെ ഒരു റൊമാൻറ്റിക് പാട്ട്, പിന്നെ ഐറ്റം ഡാൻസ്, അങ്ങനത്തെ ക്ലീഷ ഐറ്റംസ് ഒന്നും ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും പോസിറ്റീവായിട്ട് തന്നെ പറയണം. അത്യാവശ്യം ബിഗ് ബഡ്ജറ്റിൽ എടുത്തൊരു പടമാണ്. പണം മുടക്കിയത് കാണാനുമുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളൊക്കെ കിടുവായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു ഫ്ലൈറ്റിലെ ഫൈറ്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കൂടാതെ ഒരു കിടിലൻ കാർ ചേസിംഗ് സീനും പടത്തിലുണ്ട്. അതേസമയം ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ പടമൊന്നും അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചു പോകരുത്. ഇതിനൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡുള്ള ഒരു സിനിമയാണ്. ഒരു ഇന്റർവെൽ, അങ്ങനെയല്ല, ഒരു 75% വരെ ആ ഒരു മിസ്റ്ററി മൂഡിലാണ് പടം പോകുന്നത്. അതും പടത്തിന്റെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഐഡന്റിറ്റി എന്ന ടൈറ്റിൽ ആദ്യം എടുത്തതിന് ശേഷം പിന്നെയാണോ കഥ എഴുതിയത് എന്ന് തോന്നിപ്പോയി. കാരണം ഒരുപാട് കാര്യങ്ങൾ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ പടത്തിലുണ്ട്. അതിപ്പോ ടൊവിനോയെ കുറിച്ചാണെങ്കിലും, അല്ലെങ്കിൽ ടൊവിനോയുടെ അമ്മയുടെ ജോലിയെ സംബന്ധിച്ചാണെങ്കിലും, തൃഷയുടെ സിറ്റുവേഷൻ വെച്ചാണെങ്കിലും, വിനയ് റായിയെ സംബന്ധിച്ചാണെങ്കിലും, എന്തിനാ അർച്ചന കവി ചെയ്യുന്ന ഒരു സർജറിയെ സംബന്ധിച്ച് പോലും എല്ലാം ഈ ഐഡന്റിറ്റി എന്ന പദം റിലവന്റ് ആയിട്ട് വരുന്നുണ്ട്. പെർഫോമൻസിൽ ടൊവിനോ കൊള്ളാം, നല്ല കിടുക്കനായിട്ട് തന്നെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ കുറച്ച് എന്താ പറയാ, ഒബ്സസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിപ്പോ ആ തോളൊക്കെ വെച്ച് നടക്കുന്ന ഒരു സ്റ്റൈൽ ഉൾപ്പെടെ എല്ലാം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ടർ എന്ന നിലയിൽ ടൊവിനോയുടെ ഒരു വളർച്ച ഈ ഫിലിമിലും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തുമിലായിരുന്നെങ്കിൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം ARMൽ 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, അതിലെ നാടൻ മണിയൻ. അപ്പൊ അത് മുതൽ ഐഡന്റിറ്റി വരെ ഹീസ് ടോട്ടലി ഡിഫറെന്റ് ആൻഡ് ഹീസ് സൂപ്പർ. അലീഷയായിട്ട് വന്ന തൃഷ തന്റെ റോള് വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആനാമിയുടെ ഡബിങ്ങും കൊള്ളാം. നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. ബട്ട് തൃഷ എന്നൊരു വലിയ സ്റ്റാർ വന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി പ്രതീക്ഷിക്കും ആ ക്യാരക്ടറിനെ കുറിച്ച്. അത്രയ്ക്കൊന്നും ഇതിലില്ല കേട്ടോ. ഏതെങ്കിലും ഒരു നടി ചെയ്താലും മതിയായിരുന്നു. പക്ഷെ തൃഷ വന്നതുകൊണ്ട് ഇതിന്റെ തമിഴ്, തെലുങ്ക്, ഹിന്ദി മാർക്കറ്റിൽ പടത്തിന് കുറച്ചുകൂടി ഡിമാൻഡ് വരും. സോ ഇറ്റ്സ് എ ബ്രില്യന്റ് മാർക്കറ്റിംഗ് ഐഡിയ. തൃഷയുടെ ക്യാരക്ടർ കണ്ടപ്പോഴാണ് ഇതേ അവസ്ഥയിൽ പോകുന്ന ഒരു കഥാപാത്രം അടുത്തിടെ ഒരു തെലുങ്ക് പടത്തിലെ നായകനിൽ ഞാൻ കണ്ടായിരുന്നു. ആ പടം ഗംഭീര പടം അല്ല, എങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു സിനിമയാണ്. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിന്റെ സ്പെഷ്യൽ അവസ്ഥ കൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറിനെ ആ സിനിമയിൽ ഈ പടത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി. ഐ മീൻ കുറച്ചുകൂടി സാധ്യതകൾ ഈ ഒരു തൃഷയുടെ ക്യാരക്ടറിന് ഈ പടത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നി. ACP അലൻ ജേക്കബായിട്ട് വിനയ് റായ് കിടുവായിരുന്നു. ടൊവിനോയ്ക്കൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ മലയാളം ലിപ്സിംഗ് ഉൾപ്പെടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷെമ്മി തിലകൻ, അജു വർഗീസ്, വിശാഖ് എന്നിവരും നൈസ് ആയിരുന്നു. അർച്ചന കവി, ആദിത്യ മേനോൻ, ജിജു ജോൺ തുടങ്ങിയവരും പടത്തിലുണ്ട്. സുപ്രിയ എന്ന ക്യാരക്ടറായിട്ട് വന്ന മന്ദിര ബേദിയുടെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്കിലും അത് കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നി. ലെനയാണ് പുള്ളിക്കാരിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഈ ക്യാരക്ടറിനെ കാണാതെ പോയി. തൃഷയാണെങ്കിലും ഇന്റർവെല്ലിന് ശേഷം ഒരു ആക്ഷൻ സീൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തൃഷയും കുറച്ചു നേരം കാണാതെ പോയി. അഖിൽ ജോർജിന്റെ ക്യാമറ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. ഇതിൽ സ്പെഷ്യൽ റഷ്യൻ മോഷൻ ക്യാമറയോ ഒക്കെ യൂസ് ചെയ്താണ് ഇതിന്റെ ആക്ഷൻ, അതുപോലെ കാർ ചേസിംഗ് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തെന്നൊക്കെ വായിച്ചിരുന്നു. അതൊക്കെ അറിയാനുണ്ട് കേട്ടോ. അതുപോലെ ചമ്മൻ ചാക്കോയുടെ സ്റ്റൈലിഷ് എഡിറ്റിംഗ്, പിന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സിംഗും എടുത്തു തന്നെ പറയണം. അതുപോലെ ജേക്സ് ബിജോയുടെ മ്യൂസിക് ഫസ്റ്റ് ഹാഫിൽ ചിലയിടത്ത് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അത് സെക്കൻഡ് ഹാഫിലെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരു ചിന്ന തിരുനാളം മാത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. നൈസ് വർക്ക്. ഇനി നെഗറ്റീവ്സിൽ ആദ്യം പറയാനുള്ളത്, ഒരു ഇമോഷണൽ കണക്ഷൻ ഇതിലെ ക്യാരക്ടേഴ്സിനോട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതിപ്പം നായകന്റെ ഫാമിലി സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നമുക്കൊരു സങ്കടമോ അല്ലെങ്കിൽ ഒരു പെയിനോ ഫീലോ അങ്ങനൊന്നും തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടില്ല. പടത്തിന്റെ ലെങ്ത്തും കുറച്ച് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്.
പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിന് ഭയങ്കര നീളം തോന്നി. പിന്നെ കുറേയധികം ട്വിസ്റ്റുകൾ പടത്തിൽ ആദ്യം മുതൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പം ഞാനൊക്കെ മിക്ക ദിവസങ്ങളിലും ഒരു ഇന്റർനാഷണൽ ത്രില്ലർ പടമെങ്കിലും കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഫോറിൻ ത്രില്ലർ ഫിലിംസ് ഒക്കെ കാണുന്നവർക്ക് പെട്ടെന്ന് ഊഹിക്കാൻ പറ്റുന്ന പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റുകളാണ്. എങ്കിലും സാധാരണക്കാർക്ക് ചിലപ്പോൾ വാവ് എന്ന് തോന്നിയേക്കാം. ഈ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും പടം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ടെക്നിക്കൽ മികവ് കൊണ്ട് ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡീസന്റ് ത്രില്ലറാണ്. ആവറേജിന് ഇച്ചിരി മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയാം. ബട്ട് എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുമല്ലോ. ശരി.